ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ആമൻസ് കിച്ചൺ. ഇന്ന് KFC സ്റ്റൈലിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കണം. ഇത് നമുക്ക് ചിക്കൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നന്നായി തിന്നാക്കി കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചതാണ്. ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. ഇനി നമുക്ക് ഒനിയൻ പൗഡർ വേണം 1 ടീസ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ തൈര്, 1 പിഞ്ച് ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നന്നായി ചേർത്തിട്ട് നന്നായി പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് അകത്തേക്ക് പിടിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പ്രൊസീജിയറാണ്. ചിക്കൻ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മൈദപ്പൊടി മിക്സിയിലിട്ടൊന്ന് പുരട്ടിയ ശേഷം ഇനി പച്ചവെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് വീണ്ടും മൈദപ്പൊടിയുടെ മിക്സിയിലിട്ട് പുരട്ടി എണ്ണയിലിട്ട് വറുത്ത് കോരണം. അപ്പോഴാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ചിക്കൻ ഒന്നുകൂടി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കോൺഫ്ലെക്സ് പൊടിച്ചിട്ട് മൈദപ്പൊടിയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് ചിക്കൻ ഉണ്ടാവുക. ഇതുപോലെ 2 തവണ മൈദ മിക്സിൽ കോട്ട് ചെയ്ത ചിക്കനെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 6-7 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ചിക്കൻ നന്നായി വെന്ത് വരും. പക്ഷേ ഈ പുറമേ ഉള്ള കോട്ടിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ അല്പം സമയം എടുക്കും. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ കളർ ചേഞ്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ചിക്കൻ്റെ കളർ ഒരു ഡാർക്ക് ഗോൾഡൻ കളറായി വരുന്ന സമയത്താണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. അപ്പോഴാണ് ചിക്കൻ ശരിക്കും നമ്മുടെ ബ്രോസ്റ്റഡിൻ്റെ അതേ കളറായിട്ട് കിട്ടുള്ളൂ. ബർഗർ ബണ്ണിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിൽ ഇതുപോലെ പുരട്ടിയ ശേഷം ബർഗർ ബണ്ണിൻ്റെ അകവശം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബണ്ണിൻ്റെ അകത്തെ വശം ഒന്ന് ലൈറ്റായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ബട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് ബണ്ണ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇനി ബർഗർ സെറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്ത് വെച്ചൊരു ബൺ പീസ് എടുത്ത് അതിലേക്ക് മയണൈസും കെച്ചപ്പും 50-50 ആയിട്ട് മിക്സ് ആക്കിയ സോസാണിത്. അതല്പം പുരട്ടിയ ശേഷം ലെറ്റ്യൂസ് ലീഫ് ഇട്ട് കൊടുക്കണം.
ബർഗറിൻ്റെ അതേ സൈസിൽ ലെറ്റ്യൂസ് ലീഫ് കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച ശേഷം ഫ്രൈ ചെയ്ത ചിക്കന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ചിക്കൻ്റെ മുകളിൽ നമ്മൾ ബർഗറിൻ്റെ സ്ലൈസ് ചീസ് അത് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ചൂട് കൊണ്ട് തന്നെ ചീസ് സ്ലൈസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ടാവും. ഇനി അവസാനമായിട്ട് വെക്കുന്ന ആ ബൺ പീസിൽ കൂടി അല്പം സോസ് പുരട്ടിയിട്ട് വേണം ബർഗർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സിംഗർ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അതുപോലെ ചാനൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.